ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് എല്ലാ കറികളിലും പച്ചമുളക് ഇട്ട് മാത്രമേ ശീലമുള്ളൂ. പക്ഷേ പച്ചമുളക് എങ്ങനെ ഒരു കറിയാക്കി എടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു മസാല ആക്കി എടുക്കാം എന്നുള്ള ഒരു ഇത് നമുക്ക് മലയാളികൾക്ക് അറിവ് കുറവാണ്. അപ്പോൾ ആ ഒരു പച്ചമുളക് വെച്ച് നമുക്ക് എങ്ങനെ ഒരു മസാല റെഡിയാക്കാം എന്നുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് എരിവ് കുറഞ്ഞ പച്ചമുളക് ആവശ്യത്തിന്, പിന്നെ നിലക്കടല, വറുത്ത നിലക്കടല, വെളുത്ത എള്ള്, പിന്നെ കുറച്ച് ശർക്കര, ഒരു സവാള, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഈ റെസിപ്പിക്ക് വേണ്ടത്. അപ്പോൾ ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയും കൂടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുകൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നായി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ആദ്യം ആഡ് ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ കടുകൊന്ന് മൂത്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണം മാറിക്കിട്ടുന്നവരെ ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് നന്നായി അതിൻ്റെ പച്ചമണം മാറി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യാം. സവാള ആഡ് ചെയ്ത് നമുക്ക് ലേശം ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റെസിപ്പിയിൽ മെയിൻ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്നത് എരിവ് കുറഞ്ഞ മുളകായിരിക്കണം. തീരെ എരിവില്ലാത്തത്. ഇപ്പോൾ നമുക്ക് മുളക് കട്ട് ചെയ്യുന്ന സമയത്ത് അറിയാം നമ്മുടെ കയ്യിൽ എരിച്ചിൽ വരുന്നുണ്ടെങ്കിൽ അതിന് കുറച്ചെങ്കിലും എരിവുണ്ടാവും. അപ്പോൾ തീരെ എരിവ് കുറഞ്ഞ മുളക് വേണം നമ്മൾ ഈ റെസിപ്പിക്ക് എടുക്കാൻ വേണ്ടി. അപ്പോൾ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം ഉപ്പ്, ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ട് നമുക്കതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് ആഡ് ചെയ്യാണ്. ഈ മുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ സവാള ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഈ മുളക് ഈ എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയും മസാലയായിട്ട് നന്നായി മിക്സ് ചെയ്യാം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഒഴിച്ചു കൊടുത്ത ഓയിലിൽ വേണം ഈ മുളക് ഒന്ന് നന്നായി ഒരു വെന്ത് കിട്ടാൻ. അപ്പം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണ് ടേസ്റ്റ് വെച്ച് അതിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മളിത് അടച്ച് വെച്ച് ഈ മുളകൊന്ന് നമുക്ക് ഒരു വാടി കിട്ടുന്നവരെ നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അതിനു മുമ്പ് ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. അപ്പോൾ അതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും ഓയിലെല്ലാം ആ മുളകിൽ ഇങ്ങനെ ഓയിൽ ഒന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മുളകൊന്നും വാടി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ
ആവശ്യമായ ഇത് ഒരു മസാല മാത്രമേ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആവശ്യമായ മല്ലിപ്പൊടി നമുക്ക് ഇതിന് മുകളിലേക്ക് വിതറി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഓളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എത്രയാണ് ഈ മുളക് സബ്ജി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്തെന്താ വെച്ചാൽ നമ്മൾ പീസ് ആക്കി വെച്ച ശർക്കര ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് അതും ഈ മുളകും കൂടി നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ശർക്കര ആഡ് ചെയ്യുന്ന എന്തിനെന്ന് വെച്ചാൽ നമ്മൾ മുളകിൽ ഇത്തിരിയെങ്കിലും എരിവുണ്ടെങ്കിൽ അതൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടി, ആ എരിവ് നമുക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എരിവ് കുറഞ്ഞ മുളക് എടുക്കരുത്. അഥവാ കുറച്ച് എരിവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ച് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുക. അപ്പോൾ ശർക്കരയും ഈ മുളകെല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റി ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ വറുത്ത് വെച്ച കടല, നിലക്കടലയും പിന്നെ നമ്മൾ എടുത്ത് വെച്ച വെളുത്ത എള്ള്, ഇത് രണ്ടും കൂടി മിക്സിയിൽ ഒന്ന് ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കണം. ആ ഒരു പൊടിച്ചെടുത്ത പൊടിയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതും യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണിത് ഇതിലേക്ക് ആഡ് ചെയ്ത് നമ്മൾ കഴിക്കുന്ന നേരത്ത്. അപ്പോൾ ഇതും ആ മുളകിൻ്റെ എരിവൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടി സഹായിക്കും. കൂടാതെ നമ്മളിപ്പോൾ കഴിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കടലയുടെ പീസ് കിട്ടുമ്പോൾ അത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ ഒന്ന് കുറച്ച് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലേശം കുറേശ്ശെയായി ഇതിലേക്ക് ആ കടലയും എള്ളും കൂടി പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കായം പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുളക് എന്താ പറയുക, ഉപ്പേരി വേണമെന്ന് പറയാം, ഉപ്പേരി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഒരു വെറൈറ്റി ഡിഷാണ്, നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.